കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ലഭിച്ച സന്ദർഭത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വിശിഷ്യ ഈ ശുശ്രൂഷയിലേക്ക് എനിക്ക് അവകാശം നൽകിത്തന്ന, അവസരം നൽകിത്തന്ന റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന കർത്തൃദാസി റോസൻ സിസ്റ്റർ കുടുംബം, മറ്റ് അഡ്മിന്മാര്, ആ ഗ്രൂപ്പിന്റെ അംഗങ്ങള് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷകൾ അവിരാമം അനർഹമായി തുടരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് റോസ് ഫാമിലി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് മിക്കവാറും പ്രഭാതങ്ങളിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, അവരെ എങ്ങനെ വളർത്തണമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കർത്തൃദാസി റോസൻ സിസ്റ്റർ ഫേസ്ബുക്കിലൂടെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, ബൈബിൾ ക്ലാസുകളും ദൈവവചന ശുശ്രൂഷയും തുടർമാനമായി നടത്തപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് പേജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പേജിലൂടെ അല്പസമയം ദൈവവചന ശുശ്രൂഷയ്ക്ക് അവസരം വിനിയോഗിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ വന്ദനം പറയുകയാണ്. ദൈവത്തിന്റെ വചനമാണ് അല്പസമയം നിങ്ങളുടെ മുൻപിൽ അറിയിപ്പാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ സംബന്ധിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. ഇന്ന് ഈ സായാഹ്ന വേളയിൽ വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് ഞാൻ സംസാരിപ്പാൻ താൽപര്യപ്പെടുന്ന ഭാഗം റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 24-ാമത് വാക്യം നമ്മുടെ കുറിവാക്യമായി വായിപ്പാൻ താൽപര്യപ്പെടുന്നു. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത് വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ വായിച്ച ഈ വാക്യഭാഗം എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഉത്തരം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തെ സ്തുതിക്കും. വിശുദ്ധ ബൈബിളിന്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഏതെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ഉത്തരമുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾക്കൊരു ചോദ്യമുണ്ടോ? ആൻസർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ? ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു ചോദ്യം ചോദിച്ചങ്ങ് വിടുകയല്ല. ആര് വിടുവിക്കും? ഞാൻ അരിഷ്ട മനുഷ്യനാണ് എന്നൊരു ചോദ്യത്തിന്റെ പിൻപിൽ ഒരു വ്യക്തമായ മറുപടി അതിന്റെ അടുത്ത ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ തിരുവെഴുത്ത്. മനുഷ്യന്റെ അകത്ത് 100 ചോദ്യങ്ങളാ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ആര് വിടുവിക്കും? എന്റെ ഈ രോഗത്തിൽ നിന്ന് ആര് വിടുവിക്കും?
ഈ തകർച്ചയിൽ നിന്ന് എന്നെ ആര് കരകയറ്റും? എത്രയോ ചോദ്യങ്ങളുമായി കടന്നു വരികയും പോവുകയും മനുഷ്യന്റെ ആശ്രയിക്കുകയും ആതുര ശുശ്രൂഷയിലും ഡോക്ടർമാരിലും എന്ന് വേണ്ട മനഃശാസ്ത്രത്തിലും പല നിലകളിൽ മനുഷ്യൻ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ചോദ്യമിതാ, എന്നെ ആര് വിടുവിക്കും? എവിടെ നിന്നൊരു വിടുതൽ കിട്ടും? എവിടെ നിന്നൊരു സൗഖ്യം കിട്ടും? നിങ്ങളോട് ഞങ്ങൾ ആദ്യമേ തന്നെ പറയട്ടെ, ഉത്തരം നൽകുന്നൊരിടമുണ്ട്, വിടുതൽ നൽകുന്നൊരു സ്ഥലമുണ്ട്, അത്ഭുതകരമായ സൗഖ്യം തരുന്നൊരിടമുണ്ട്. അത് മറ്റൊരിടമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠമാണെന്ന് വ്യക്തമായി ആദ്യമേ തന്നെ ഞങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ചോദ്യത്തിന്റെ ഉത്തരം അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഈ ചോദ്യം ഞാനൊന്ന് വിശകലനം ചെയ്ത് നിങ്ങളുടെ മുൻപിൽ ഒരു അല്പസമയം സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ചോദ്യം ഇതാണ്: ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ എന്റെ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചത് അരിഷ്ട മനുഷ്യനായിട്ടല്ല. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടെ ഞാനൊന്ന് പറയാം, അപ്പൊ കാര്യം മനസ്സിലാകും. റോമൻ ഗവൺമെന്റ്, പ്രത്യേകിച്ച് അതിന്റെ നിയമസംഹിതകൾ ശിക്ഷ വിധിക്കുമ്പോൾ പ്രത്യേകിച്ച് നടത്തുന്ന ഒരു ശിക്ഷയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഒരു വലിയ കൊലപാതകനായ മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ഒരു ശവത്തോടവനെ ചേർത്ത് ബന്ധിക്കും. കൈകൾ തമ്മിൽ, കാലുകൾ തമ്മിൽ, മൂക്കും കണ്ണും ഇങ്ങനെ അവന്റെ ശരീരം മുഴുവൻ ഈ ശവത്തോട്, ചീഞ്ഞു നാറുന്ന ശവത്തോട് ഇവനെ ചേർത്ത് ബന്ധിച്ച് അകത്തെ തടവറയിൽ ഇവനെ ഇടും. റോമൻ ശിക്ഷാ നിയമത്തിൽപ്പെട്ട ഒരു ശിക്ഷയാണ്. അകത്തെ തടവറയിൽ ഇവൻ കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഇവൻ നിലവിളിക്കുന്ന ശബ്ദമാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തെ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് കടന്നു വരുന്ന പുഴുക്കൾ കാർന്നു തിന്നുവാൻ തുടങ്ങിയ. വായോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു, കണ്ണിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. എന്തിന് കാലും കൈകളും അതുപോലെ തന്നെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. ഡെഡ് ബോഡിയിൽ നിന്നുള്ള ചീഞ്ഞളിഞ്ഞ പുഴുക്കൾ എന്തിനേറെ ഈ പച്ചമാംസത്തെ, ജീവനുള്ള മാംസത്തെ കാർന്ന് തിന്നുവാൻ തുടങ്ങുമ്പോൾ ആ റോമൻ തടവറയ്ക്കകത്തു നിന്നൊരു ശബ്ദം, ഒരു നിലവിളി മുഴങ്ങുന്നു: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ശബ്ദമാണ് പൗലോസ് ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. കേട്ടോ, ചീഞ്ഞളിഞ്ഞ ഈ ശവശരീരത്തോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ നിലവിളിയുടെ ശബ്ദം പൗലോസ് ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നു: ഞാൻ അരിഷ്ട മനുഷ്യൻ. 2, മരണത്തിന് അധീനമായ എന്റെ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മരണം എന്റെ ശരീരത്തിൽ വാഴുവാൻ തുടങ്ങിയ, എന്നെ കാർന്നു തിന്നുവാൻ തുടങ്ങിയ, പക്ഷെ എന്നെ ആര് വിടുവിക്കും? ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. ഈ ചോദ്യത്തിന്റെ വിശകലനത്തിലേക്ക് നാം പോകുമ്പോൾ, മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു വലിയ വിഷയമാണ് എന്ത്? മരണം. നമ്മൾ പഠിച്ചു നോക്കിയാൽ ലൂയി 14 എന്ന് പറയുന്ന ചക്രവർത്തി, കേട്ടോ, ലൂയി 14 തന്റെ രാജസദസ്സിൽ മരണമെന്ന് പറയുന്ന ഒരു പദം പോലും ആരും പറയരുത് എന്ന് പറയുകയുണ്ടായി. മരണമെന്ന് പറയുന്ന പദം ആരും പറയരുത്. ഒരൊറ്റ വ്യക്തി പോലും മരണമെന്ന് പറയുന്ന ഒരു പദം ഉരുവിടാൻ പാടില്ല. കാരണം മരണത്തെ ഭയപ്പെടുന്നു അദ്ദേഹം. ലൂയി 14 എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, ചെറിയ പുള്ളിയൊന്നുമല്ല. പക്ഷെ അദ്ദേഹം പറയുക, എന്റെ രാജസദസ്സിൽ മരണമെന്ന് പറയുന്ന ഒരു പദം എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. കാരണം മരണത്തെ ഭയമാ.
മരണമെന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒന്നായതുകൊണ്ട് മരണമെന്ന വാക്ക് പോലും എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് എന്റെ സദസ്സിൽ, രാജസദസ്സിൽ അങ്ങനെ ഒരു പദം പോലും ആരും പറഞ്ഞുകൂടാ. എന്നാൽ ഫിലിപ്പ് ചക്രവർത്തി ഉണ്ടല്ലോ, അലക്സാണ്ടറിന്റെ പിതാവായ ഫിലിപ്പ് ചക്രവർത്തി, അദ്ദേഹം രാവിലെ ഉണർന്നു വരുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: രാജാവേ, അങ്ങ് മരണമുള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ ഇപ്പുറം നിൽക്കുക. ഇന്ന് ഓർത്തോണം, അങ്ങ് മരണമുള്ളവനാ. അങ്ങ് എത്ര രാജകീയമായ പദവിയിൽ ഇരുന്നാലും മരണമെന്ന് പറയുന്ന ഒന്ന് നിശ്ചയമായും കടന്നു വരും. അതങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുമ്പോൾ, മറുവശത്ത് മനുഷ്യൻ മരണമുള്ളവനാണ് എന്നുള്ളത് ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം കൂടെയാ ഞാൻ ഈ പറഞ്ഞത്. എന്തിനാ ഇത് പറഞ്ഞത് ചോദിച്ചാൽ, മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ലോകത്തിന്റെ സകല അനിശ്ചിതത്വങ്ങളും, എല്ലാവിധ അനുഭവങ്ങളും മനുഷ്യനെ ആകെപ്പാടെ വല്ലാത്ത പരിപരുത്ത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അവന്റെ കുടുംബത്തിൽ വേദനയുടെയും യാതനയുടെയും പ്രതിസന്ധിയുടെയും നിലവിളിയുടെയും ശബ്ദം മുഴക്കുന്നത്. എന്തിനേറെ, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ മനുഷ്യൻ നിർമ്മേഷ ചിത്തനായി എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് എവിടെ തിരിഞ്ഞാലും കാണുവാൻ കഴിയുന്നത്. മരണം അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മരണം എങ്ങനെ ഉണ്ടായെന്നും, ഈ മരണത്തിന്റെ പിന്നിലെ ചരിത്രം എന്താണെന്നും, മരണത്തിൽ നിന്നുള്ള മോചനം എവിടെയാണെന്നും പഠിക്കുമ്പോൾ നമുക്ക് വാസ്തവമായി സ്തോത്രം ചെയ്യാൻ മാത്രം, യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യാൻ മാത്രമുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. മരണത്തിന്റെ മുൻപിൽ സ്തോത്രം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അവര് ദൈവമക്കൾ മാത്രമാണ്. അതെ, അവർക്കാണ് സ്തോത്രത്തോടെ മരണത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത്. ഞാൻ വേഗം എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. മരണമെന്ന് പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മരിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്. മരണമില്ലാത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്, അമരനായിട്ടാണ് സൃഷ്ടിച്ചത്. കേട്ടോ, അതേന്നേ. മരണമെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എപ്പോഴാണെന്നറിയാമോ? തിന്നുന്ന നാളിൽ മരിക്കും. വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ്, ഉൽപ്പത്തി പുസ്തകം. ഞാൻ വാക്യങ്ങളെല്ലാം എടുത്ത് സമയത്തിന്റെ പരിമിതി മൂലം അങ്ങോട്ട് കടക്കുന്നില്ല. തിന്നുന്ന നാളിൽ മരിക്കും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു ആപ്പിൾ തിന്നാ ഉടനെ മരിക്കുവോ, ഒരു പഴം തിന്നാ ഉടനെ മരിക്കുവോ, അതെന്നാ ദൈവമാ, അങ്ങനെ ദൈവം ആ തോട്ടത്തിന് നടുക്ക് കൊണ്ടുവെക്കാവോ എന്നൊക്കെ ചോദിക്കുന്ന ചില പുള്ളികളുണ്ട്. സ്നേഹിത, ഒരു കാര്യം ഞാൻ പറയാം. ഇന്നും മനുഷ്യന്റെ മുമ്പിൽ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രീ വില്ല് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ മദ്യവും മറ്റൊരു ഗ്ലാസ്സിൽ പാലും ഇരിക്കുന്നെന്നിരിക്കട്ടെ. ദൈവം ഇങ്ങോട്ട് വന്ന്, മകനെ നീ പാല് മാത്രമേ കുടിക്കാവൂ, അതുകൊണ്ട് നിന്നെ പാല് മാത്രമേ നിനക്ക് തരൂ എന്ന് പറഞ്ഞ് ദൈവം നിന്നെ നിർബന്ധിക്കുന്നില്ല. നിനക്ക് ദൈവം ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. നിനക്ക് തിരഞ്ഞെടുക്കാം. പാല് വേണമെങ്കിൽ പാല് കുടിക്കാം, മദ്യം വേണമെങ്കിൽ മദ്യം കുടിക്കാം. പക്ഷെ മനുഷ്യന്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇവൻ മനോഹരമായ ഈ വൈറ്റമിനുള്ള ഈ പാല് മാറ്റിയിട്ട് ഇവൻ ഈ കിറുന്ന മദ്യം അടിക്കുക എന്നുള്ളതാണ്. കാരണം ആ നിലകളിൽ ഇവന്റെ മനസാക്ഷി നന്മയുടെ വശത്തു നിന്ന് തിന്മയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യന് പറ്റിയൊരു പതനമത. ദൈവികമായിരിക്കുന്ന സാമീപ്യവും സായുജ്യവും ദൈവിക അനുഭവങ്ങളുമൊക്കെ അതിന്റെ ആഴത്തിൽ ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിച്ച് നിലനിന്ന് ദൈവത്തോട് ചേർന്ന് സഹവസിക്കുന്ന മനുഷ്യൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്ന് പാപത്തിന്റെ അനുഭവത്തിലേക്ക് അവന്റെ ജീവിതം കുപ്പുകുത്തി എന്നുള്ളതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. മനുഷ്യന് വേണ്ടി ദൈവം എല്ലാം സൃഷ്ടിച്ചു കൊടുത്തു. എല്ലാം വേണ്ടതെല്ലാം എല്ലാം ഒരുക്കിയിട്ടാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കേട്ടോ, അവനെ മണ്ണുകൊണ്ട് മെനഞ്ഞ് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിനു മുമ്പ് തന്നെ ദൈവം അവന് വസിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, എല്ലാം ചെയ്തു കൊടുത്തു.
മനുഷ്യന് വേണ്ടതെല്ലാം ചെയ്തിട്ടാ ദൈവം നിന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഓർത്തോണം, നീ ഭാരപ്പെടേണ്ട. നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയിട്ടാ ഈ ഭൂമിയിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ധൈര്യം. എന്നാൽ പറ്റിയത് എന്തെന്നറിയാമോ? ഇങ്ങനെ അമരനായി നിത്യനായി ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകളെ വിട്ട്, ദൈവാലോചന വിട്ട്, ദൈവശബ്ദം വിട്ട്, ഇതാ ദൈവഹിതത്തിനെതിരായി അവന്റെ കരങ്ങൾ ഉയർന്നു. സ്തോത്രം. അവന്റെ നാവ് ഉയർന്നു, അവന്റെ ഹൃദയം ചലിച്ചു. അവൻ ദൈവത്തെ കൂടാതെ ഉള്ളതിനു വേണ്ടി കൈനീട്ടി. പിശാചിന് അവൻ അടിമയായി മാറി. പാപം അവനെ കവർന്നു കളഞ്ഞു, അവന്റെ ഹൃദയത്തെ കവർന്നു കളഞ്ഞു. അവൻ ദൈവത്തെ, ദൈവസ്നേഹത്തെ ഒരു നിമിഷം അവൻ സംശയിച്ചു. ദൈവത്തിൽ നിന്നവൻ അകന്നു, ദൈവ സാന്നിധ്യത്തിൽ നിന്നവൻ ഓടിമറഞ്ഞു. ഇന്നും മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന അപജയം അത് തന്നെയാണ്. ഇന്നും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ദൈവം, യാഥാർത്ഥ്യം, സത്യം, നീതി, യഥാർത്ഥമായ ദൈവിക സാന്നിധ്യമൊന്നും മനുഷ്യന് ആവശ്യമില്ലാത്ത നിലയിൽ എത്ര പറഞ്ഞാലും ഗ്രഹിക്കുവാനോ കേൾക്കുവാനോ അവസരം കൊടുക്കാതെ മനുഷ്യൻ എവിടേക്കോ അപജയം സംഭവിച്ച് പാപത്തിന്റെ പിന്നാലെ ഇന്ന് ജൈത്രയാത്ര തുടരുക. എന്നാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഇട്ടുകൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇതിനിടയ്ക്ക് അവൻ ശ്രമിക്കാതിരിക്കുന്നില്ല. മതകർമ്മങ്ങളോ ആശയങ്ങളോ ആരാധനയോ അവന്റെ ഹൃദയത്തിൽ തോന്നുന്നത് പോലെ അവൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും ദൈവ സാന്നിധ്യത്തിന് പിടികൊടുക്കാതെ മനുഷ്യൻ ഇന്ന് പാപത്തിന്റെ പിന്നാലെ ജൈത്രയാത്ര തുടരുകയാണ്. അത് മുഖാന്തരം സംഭവിച്ചതെന്താ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപമാണ് മരണത്തെ കൊണ്ടുവന്നത് കേട്ടോ. പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപം മരണത്തെ പെറുകയാണ്. അതിന്റെ വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. പാപത്തിന്റെ മാരകരമായ വിഷവിത്ത് മനുഷ്യനിൽ ഉളവായതാണ് മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം. എന്നാൽ ഈ മരണത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനും വിടുവിക്കുവാനും ആർക്ക് കഴിയും എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. ആർക്ക് കഴിയും? നമുക്കറിയാം, ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു നോക്കൂ. ഒരു പറ്റം കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാം. മരണത്തെ ഭയപ്പെട്ടവരായി അനവധി ആളുകളുണ്ട്. സ്തോത്രം. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന അദ്ദേഹം ഉന്നതനായ ഒരു കവിയാണ്. അദ്ദേഹം ഒരിക്കൽ എഴുതിയ ഒരു പദ്യഭാഗം ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കും, എന്താണ് ഈ ജീവിതം അവ്യക്തമാം സുന്ദരമായൊരു വളകിലുക്കം, സംഗീതം ഇതിലും നൈമാനുഷികമുജ്ജലം, പിന്നെയോ ശൂന്യം പരമശൂന്യം, വേഗം യവനിക വീണ് വിശ്വത്തിൽ ഈ ശോകനാടകം തീരാൻ കൊതിച്ചു ഞാൻ. ശങ്കരക്കുറുപ്പ് പാടിയത് കേൾക്കണോ? ജി ശങ്കരക്കുറുപ്പ്. മരണം ഇങ്ങനെ സകലവും തിന്നും, മരണത്തെ തിന്നും. മരണം എന്നാണ് വരുന്നത്. കണ്ടോ? മരണം സകലത്തെയും തിന്നും. മരണത്തെ തിന്നുന്ന മരണമണി എന്നാണ് വരുന്നതെന്ന് ചോദിച്ച ശങ്കരക്കുറുപ്പിന്റെ പദ്യഭാഗങ്ങൾ ഒത്തിരി നമുക്കതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും. ആ നിലകളിൽ കുമാരനാശാൻ പാടിയ ഭാഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അനവധി ഞാൻ പറഞ്ഞ സാഹിത്യകാരന്മാരുടെ ചിന്തയ്ക്കകത്ത് കയറിയ ചിന്തകൾ. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ പുറകിൽ മരണത്തിനൊരു മരണമണിയുണ്ടോ? എന്റെ ജീവിതം ശോകനാടകമായി, അതിന്റെ അവസാനം എന്തായിത്തീരും? അവ്യക്തമാണ് ജീവിതം. അതിൻ്റെതായിരിക്കുന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങുന്തോറും ജീവിതത്തിൽ വേദനിപ്പിക്കുന്നു മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ പിൻപിൽ എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും? എങ്ങനെ മുന്നേറുവാൻ കഴിയും? മരണത്തിന്റെ മരണമണി എന്ന് മുഴങ്ങും. മരണത്തിന് ഒരു ജയമുണ്ടോ എന്ന് ചോദിക്കുന്ന അനവധി സാഹിത്യകാരന്മാർ, എണ്ണപ്പെട്ടവരുടെ പേരുകളും അവരുടെ പദ്യങ്ങളും എന്റെ കയ്യിലുണ്ട്. അതെല്ലാം വായിച്ചു കേൾപ്പിക്കുവാനുള്ള സമയം ഞാനിപ്പോൾ എടുക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം, അവരുടെ ഹൃത്തടങ്ങളിൽ ആഴമായി ഒരു ഉൾപ്രേരണയുള്ളത്. മരണം അത് ശോകമാണ്, തകർച്ചയാണ്, അത് ഇരുളാണ്. അവിടെ നിന്ന് ആ ശോകാന്ത നാടകത്തിൽ നിന്ന് ജീവിതത്തെ വ്യക്തമായൊരു പാന്താവിലേക്ക് കൊണ്ടുവരും
പറയുവാൻ ആർക്ക് കഴിയും? അയ്യോ, മരണത്തിനൊരു മരണമണി എന്ന് മുഴങ്ങും എന്ന് ചോദിച്ചുകൊണ്ട് അവ്യക്തമായിരിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനവധി സാഹിത്യകാരന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയണം, ആമേൻ, മരണത്തെ കുറിച്ച് ചിന്തിച്ച ഉന്നതന്മാരായ ആളുകൾ. ആമേൻ, ഞാൻ അവരുടെ ചരിത്രം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. ആ ലോക ചരിത്രത്തെ കിടുകിട വിറപ്പിച്ച ആളുകൾ. നെപ്പോളിയൻ സെൻഹെലീന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി. ആമേൻ, അവിടെ ആയിരുന്ന സന്ദർഭത്തിൽ ഒരു ഭയങ്കരമായിരിക്കുന്ന ബന്ധനത്തിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം വിട്ട്, സ്വന്തമായ വീട് വിട്ട്, കൊട്ടാരം വിട്ട് നാടുകടത്തപ്പെട്ടവനായി നെപ്പോളിയൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുക, അയ്യോ, എന്റെ ഈ നല്ല ശരീരം പുഴു നൃത്തം വയ്ക്കുന്ന ഒരു മൺകൂടായിട്ട് മാറുമല്ലോ. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാന് അടുത്തടുത്ത് വരികയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തിനേറെ ദ ഗ്രേറ്റ് അലക്സാണ്ടർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ആമേൻ, മരണം അത് യാഥാർത്ഥ്യമാണ്. മരണത്തിന്റെ പിന്നിലേക്ക് ഞാൻ അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൊട്ടാരം വൈദ്യന്മാരെ, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും വിടുവിക്കണം. എന്റെ ജീവിതം എന്ന് പറയുന്നത് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദ ഗ്രേറ്റ് അലക്സാണ്ടർ ലോകരാജ്യങ്ങളെ പിടിച്ചടക്കിയ മനുഷ്യൻ അവസാനം മരണത്തെ പുൽകുവാനിടയായി തീർന്നു. ജീവിതത്തിൽ അനവധി നേട്ടങ്ങൾ കരഗതമാക്കുവാൻ വാളെടുത്തുയർത്തിപ്പിടിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി വരെ കടന്നു വന്ന് ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച മനുഷ്യൻ ഒരു ചെറിയ പനിനീർക്കുളത്തിൽ കുളിച്ച് പനി പിടിച്ച് മരണത്തിന് കീഴടങ്ങി. എന്താ കാര്യം? ആമേൻ, ആരോഗ്യമോ പണമോ സൗകര്യമോ വൈദ്യന്മാരോ തനിക്കുണ്ടായിരുന്ന ഭണ്ഡാരത്തിലുണ്ടായിരുന്ന പൊന്നോ വെള്ളിയോ ഒന്നും മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിരാശയോടുകൂടെ തന്റെ അമ്മയെ പോലും ഒരു നോക്കി കാണുവാൻ കഴിയാതെ ആ മനുഷ്യൻ കടന്നുപോയ പോക്ക് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനേറെ പറയണം, ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന പരിണാമവാദത്തിന്റെ ആ സിദ്ധാന്തത്തിന്റെ ഉടമയായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, ഒടുവിൽ അദ്ദേഹം എഴുതിക്കൂട്ടിയ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്നൊക്കെ പഠിപ്പിച്ച ആ പഠനങ്ങളൊക്കെ ഇന്ന് ലോകം മുഴുവൻ പരത്തി അത് ലോകത്തിലെ ഉന്നത സർവകലാശാലകളെല്ലാം ഏറ്റെടുത്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. തന്റെ ജീവിതത്തിന്റെ ഒടുവിൽ ഒരു ലേഡി ഹോപ്പ് എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു നേഴ്സാണ് തന്നെ ശുശ്രൂഷിച്ചത്. ലേഡി ഹോപ്പിനോട് പറഞ്ഞു, നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങ് കൊണ്ടുവന്നാട്ടെ. അവര് ചോദിച്ചു, ഏത് ഗ്രന്ഥമാ? അപ്പോൾ പറഞ്ഞു, ബൈബിളിങ് കൊണ്ടുവന്നാട്ടെ, രാജീയ ഗ്രന്ഥമാണത്. അദ്ദേഹം ഒടുവിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കണമോ? ഞാന് പല ചിന്തകൾ നിറഞ്ഞൊരു ചെറുപ്പക്കാരനായിരുന്നു. അതെല്ലാം കൂടെ എന്റെ തലച്ചോറിനകത്ത് കയറി, അതെല്ലാം കൂടെ ഞാൻ എഴുതി. അതാണ് എന്ന് ലോകം ഒരു കാട്ടുതീ പോലെ പരത്തിയ പരിണാമ സിദ്ധാന്തം. എന്നാൽ യഥാർത്ഥമായ ദൈവവചനമാകുന്ന രാജകീയ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് യഥാർത്ഥ സത്യം എന്ന് അദ്ദേഹം ഒടുവിൽ പറയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മരണത്തിന്റെ പിൻപിൽ അടിപതറി വീണ ആയിരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മരണത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശയോടുകൂടെ കടന്നുപോയ ഒരു പിടി പട്ടിൽ മൂടിയ മഹാത്മാക്കളെ നിങ്ങളുടെ മുൻപിൽ വേണമെങ്കിൽ എനിക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. ജീവിതം ഒത്തിരി ആസ്വദിച്ചവർ, ജീവിതത്തിൽ നേട്ടങ്ങൾ കരഗതമാക്കിയവർ, ഉന്നതമായ ബിരുദധാരികൾ, എന്തിനേറെ സയന്റിസ്റ്റുകൾ, അവസാനം ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ നിരാശയോടുകൂടെ അയ്യോ എങ്ങോട്ട് കടന്നു പോകും, എവിടേക്ക് യാത്രയാകുമെന്നറിയാതെ നിരാശയോടുകൂടെ ഈ ലോകം വിട്ട നിരവധി മഹാത്മാക്കളുടെ ചരിത്രം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ ബില്ലി ഗ്രഹാം എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കുകയുണ്ടായി. ഒരു സമ്പന്ന ഭവനം അമേരിക്കയിൽ, അവരുടെ ഇളയ മകൾ ഒരു ബസ് ആക്സിഡന്റിൽ മരണപ്പെടുവാൻ തുടങ്ങിയാണ്. വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് മരണപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ മാതാവും പിതാവും കടന്നു വന്നു. ഉന്നത കുടുംബം, എല്ലാ ക്രമീകരണങ്ങളുമുള്ള കുടുംബം. ഈ മകളെ നല്ലതുപോലെ പഠിപ്പിച്ചു, അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു, എല്ലാ നിലകളിലും ഡിഗ്രിയും ഉയർന്ന അനുഭവങ്ങളും കൊടുത്തു. അവസാനമായി ഈ മകള് മരിക്കാൻ തുടങ്ങുകയാണ്. മാതാപിതാക്കളെ അടുത്ത് വിളിച്ചേച്ച ആ കുഞ്ഞു പറഞ്ഞത് ബില്ലി ഗ്രഹാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ കുഞ്ഞ് അമ്മയുടെയും അപ്പന്റെയും മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ചു, നല്ല കാര്യം.
നിങ്ങൾ എന്നെ ഉന്നതമായ നിലവാരത്തിൽ വളർത്തിയെടുത്തു, നല്ല കാര്യം. നിങ്ങൾ എനിക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പണം തന്നു, നല്ല കാര്യം. നിങ്ങൾ എനിക്ക് ഇന്ന നിലകളിൽ എന്നെ കൈത്താങ്ങൽ നൽകി, എന്നെ വളർത്തി, എന്നെ പഠിപ്പിച്ചു, എന്നെ ഉയർത്തി ഈ നില വരെ കൊണ്ടുവന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എന്നെ പഠിപ്പിച്ചില്ല. അവർ ചോദിച്ചു, എന്താണ്? ആ കുഞ്ഞു പറഞ്ഞെന്ന ആ ബില്ലി ഗ്രഹാം എഴുതിയിരിക്കുന്നത്, ഞാനിപ്പോൾ മരിക്കാൻ തുടങ്ങുകയാണ്, എന്റെ ജീവിതത്തിൽ ഇനി അനവധി നിമിഷങ്ങൾ ഇല്ല, എന്നാൽ മരണത്തിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എന്റെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ ഈ മരണത്തെ ഞാൻ അഭിമുഖീകരിക്കുമെന്നറിയാതെ എന്റെ ഈ കിടക്കയിൽ തകർന്ന ജീവിതവുമായി ഞാനിപ്പോൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. അയ്യോ, ആ മാതാവിനെയും പിതാവിനെയും ആ കുഞ്ഞ് ശപിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും മരണത്തിനപ്പുറത്തൊരു നിത്യതയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചില്ല? എന്റെ ജീവിതം വിനാശകരമായ ഒരന്ത്യത്തിലേക്ക് നീങ്ങുന്നു. ആ സമയത്ത് അവിടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടേക്ക് ചെന്ന് ആ കുഞ്ഞിനോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അവളുടെ ജീവിതത്തിൽ ഒരു സമർപ്പണവും അവസാനമായി യേശുവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് അവൾ മാറ്റപ്പെട്ടു എന്ന് ബില്ലി ഗ്രഹാമിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഒടുവിൽ മനുഷ്യൻ എന്ത് ചെയ്യും എന്നൊരു വാക്യം വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് നെഞ്ചും നെറ്റിയും കാണിച്ച് മനുഷ്യൻ മുൻപോട്ട് പോകുകയാണ്. എന്നാൽ ജീവിതത്തിന്റെ ഒടുവിൽ നിന്റെ ആത്മാവിന്റെ നിത്യത കരുതുന്നില്ലെങ്കിൽ നീ അശരണനായി, ആരുമില്ലാതെ, ഒറ്റപ്പെട്ട് വെറുമൊരു കുഴിക്കകത്ത് നിന്റെ ഭൗതിക ശരീരം കൊണ്ട് അടക്കുമ്പോൾ, ആത്മാവിന്റെ ഉടയവൻ നിന്റെ ആത്മാവിനെ വിളിക്കുമ്പോൾ, നിത്യതയെക്കുറിച്ചുള്ള ഉൾബോധം, അതിനു വേണ്ടിയ ദൈവികമായ അനുഭവം അകത്തലങ്ങളിൽ പ്രാപിച്ചില്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നിന്നെപ്പോലെ പരാജയപ്പെട്ടൊരു വ്യക്തി വേറെയില്ല. ഇവിടെ കൊട്ടാരമുണ്ടായിരിക്കാം, ഇവിടെ മട്ടുപ്പാവുകൾ ഉണ്ടായിരിക്കാം, ഇവിടെ ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നേട്ടങ്ങൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും വലിയ നേട്ടം നിന്റെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് കരുതുക എന്നുള്ളതാണ്. അത് നേടുന്നില്ലെങ്കിൽ അമ്പയെ പരാജയപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് പരാജയപ്പെട്ട ചില ആളുകളെ കുറിച്ചാണ്. വിജയിച്ചവരെ കുറിച്ച് ഞാൻ പറയാം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി നമ്മളുടെ ഇടയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി അദ്ദേഹം എഴുതിയ മനോഹരമായ ഗാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാ: ഓ, ഇതാണോ മരണം? സാരമില്ല. ഇതാണോ മരണം? സാരമില്ല. സ്തോത്രം. ഓ, മരണത്തെ പുൽകുവാൻ ആ കർത്തൃദാസൻ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. D.L. മൂഡി, D.L. മൂഡിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു പഠിച്ചാൽ മനസ്സിലാവും. അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തൃദാസനാണ്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ: അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപത്തെ കുന്നുംപുറത്തൊരു വലിയ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ മരിച്ചടക്ക് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ടോ അത്രയും മണിയടിക്കും. വയസ്സിന്റെ അനുസരിച്ചാണ് മണിയടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കേൾക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആ മണിയടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു, പേടിയായിരുന്നു. പേടിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യനായിരുന്നു D.L. മൂഡി. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരു സുപ്രഭാതത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു, ദൈവത്തിന്റെ മകനായി തീർന്നു, കർത്താവിന്റെ വേലയിൽ തുടർന്നു. തന്റെ മരണം അടുത്തു വന്നപ്പോൾ തന്റെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞുങ്ങളെ, താഴെ ഭൂമിയുടെ കവാടം അടയുന്നു, മീതേ ദൈവസന്നിധി തുറക്കുന്നു. ആ കാണുന്ന ദൈവത്തിന്റെ സന്നിധി എത്ര മനോഹരമാണ്. ഞാൻ അവിടേക്ക് പോകുകയാ. സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ അന്ത്യാഭിലാഷം ഏറ്റവും ഒടുവിൽ എന്റെ രാജകീയ കിരീടധാരണത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു. ദൂതന്മാർ എന്നെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പട്ടിൽ മൂടിയ മഹാത്മാക്കളുടെ ദൈവവചനം അനുസരിച്ച ദൈവമക്കളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അവരാരും മരണത്തെ പേടിച്ചവരല്ല.
മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പേടിച്ചവരല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു കാര്യം, അയ്യോ ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നില്ല, മരണം വരുന്നു, ജരാനരകൾ ബാധിക്കുന്നു, എത്ര നാൾ ഇനി ജീവിക്കും, എല്ലാം കൊണ്ടും ആരോഗ്യം തീർന്നു, പണം തീർന്നു, സൗകര്യങ്ങൾ തീർന്നു, മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാ. ജീവിതത്തിന്റെ ഒടുവിൽ എന്ത് ചെയ്യുമെന്നറിയാതെ മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാ. പക്ഷേ ഞാൻ പറയാം, ഇതിന്റെ നടുവിൽ ഉത്തരം തരുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ആ ശക്തിയോടുകൂടെ ഈ വചനം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. ഇല്ല. മരിച്ചാ തല തെക്കാണോ വടക്കാണോ എന്ന് ചോദിക്കുന്ന പുള്ളികളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. ഉറപ്പോടെ പറയാം. അതിന്റെ കാരണം കേവലം 60, 70, 80 വർഷം ജീവിക്കാൻ വേണ്ടി അല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവം തന്റെ ആത്മാവിനെ ആ മനുഷ്യന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് എടുത്തതാ. മണ്ണിലെ 65 കൂട്ടം ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, വെള്ളം, അങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞാൽ ഈ മണ്ണിലെ ഘടകങ്ങൾ മുഴുവൻ ഈ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാ മണ്ണാണെന്ന് പറയുന്നേ. മനുഷ്യ നീ മണ്ണാകുന്നു. അയ്യോ, ഇന്ന് ശാസ്ത്രം ഇത് മുഴുവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഉൽപ്പത്തി പുസ്തകത്തിലെ മോശ എഴുതി വെച്ചു, മണ്ണിൽ നിന്ന് മനുഷ്യനെ എന്ത് ചെയ്തു? ദൈവം മെടഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടെ, കേവലം മണ്ണല്ല, അവന്റെ അകത്ത് ദൈവം ജീവശ്വാസമൂതി. ജീവശ്വാസം എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ എന്ന് പറഞ്ഞ് ഊതിക്കൊടുത്തെന്നല്ല. ഹീസ് എ ലിവിങ് സോൾ. ജീവിക്കുന്ന ആത്മാവിനെ അവന്റെ അകത്ത് വെച്ചു. ഒന്നുകൂടെ പറയാം, സക്കറിയാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് പ്രവേശിപ്പിച്ചു. മനുഷ്യ നീ ആരാ? കേവലം മണ്ണല്ല, പിന്നെ നിന്റെ അകത്ത് വിണ്ണിന്റെ അംശം ദൈവം വെച്ചു തന്നിട്ടുണ്ട്. അതാ ആത്മാവ്, ലിവിങ് സോൾ. ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് വെച്ചു. അതുകൊണ്ടല്ലേ മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുന്ന, ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയല്ലേ. തീർത്ഥാടനങ്ങളും തീർത്ഥയാത്രകളും കർമ്മങ്ങളും കർമാചാരങ്ങളും ഇതിന്റെയൊക്കെ ആശയം എന്നാണെന്നറിയാവോ? അകത്ത് ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത കിടപ്പുണ്ട്. ദൈവമില്ലെന്ന് പറയുന്നവനും വണ്ടി ഒന്ന് ചരിഞ്ഞാൽ മതി, എന്റെ ദൈവമേ എന്ന് വിളിക്കും. അതിന്റെ കാരണം അറിയാതെ ഇവന്റെ മനസാക്ഷിക്കകത്തും മനസ്സിനകത്തും ഇവന്റെ അകത്തൊരു ലിവിങ് സോൾ ഉണ്ട്. ആമേൻ. ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ദൈവത്തിനു നേരെ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, വടക്ക് നോക്കി യന്ത്രം എവിടെ കൊണ്ടുവച്ചാലും വടക്കോട്ട് തിരിഞ്ഞിരിക്കും എന്ന് പറയുന്നത് പോലെ മനുഷ്യ നിന്റെ ആത്മാവ് ആമേൻ വടക്കോട്ട് അഥവാ ദൈവത്തിങ്കിലേക്ക് തിരിയും. എപ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിന്റെ ഉടമയാ നിങ്ങൾ. അതുകൊണ്ട് ഇടിവെട്ടുമ്പോഴും വെടിപൊട്ടുമ്പോഴും വേദന വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും കുടുംബത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും അയ്യോ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉത്ബോധം മനുഷ്യന്റെ അകത്തുണ്ട്. അത് കാട്ടാളനുമുണ്ട്, നാട്ടാളനുമുണ്ട്, അത് ഗ്രാമവാസിക്കുമുണ്ട്, കാട്ടിൽ വസിക്കുന്നവർക്കുമുണ്ട്, പട്ടണവാസികൾക്കുമുണ്ട്, ലക്ഷം വീട്ടിലുള്ളവനുമുണ്ട്, അല്ല കൊട്ടാരത്തിൽ താമസിക്കുന്നവനുമുണ്ട്. ഇവരുടെ എല്ലാം അകത്ത് കത്തുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ആത്മാവിന് മരണമില്ല. അതല്ലേ വിഷയം. മരണം ആത്മാവിനില്ലെന്നേ. ദൈവവചനം പഠിക്കണം. ഈ ശരീരത്തിന് മരണമുണ്ട്, പക്ഷെ ആത്മാവിനൊരു നിത്യമരണമുണ്ട്. ആത്മാവിനൊരു നിത്യജീവനുണ്ട്. ഈ ആത്മാവ് മരിച്ചു പോകുന്നില്ല. അത് ഈ ഹൈന്ദവ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചാൽ അതിനകത്ത്, ഞാനിപ്പോ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഈ ആത്മാവ് അഥവാ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മ ശരീരമെന്ന, ഈ ആത്മാവിന് പേര് പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മ ശരീരം. ഈ ശരീരത്തിന് പറഞ്ഞിരിക്കുന്ന സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിനകത്തൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരമുണ്ടല്ലോ യമന്റെ ലോകത്തേക്ക് പോകുന്ന, യമൻ അതിന് 86 ലക്ഷം ജനന മരണങ്ങളുണ്ടെന്ന അവർ പഠിപ്പിക്കുന്നത്. അരി കട്ടവൻ എലിയായിട്ട് ജനിക്കും, വെള്ളം കട്ടവൻ തവളയായിട്ട് ജനിക്കും, കാക്കയും പൂച്ചയും ഇങ്ങേയറ്റം പുല്ലും പൂവും ഈട്ടിയും തേക്കും ഒക്കെ ആയിട്ട് ജനിക്കും. ഒത്തിരി ജനന മരണങ്ങളുണ്ട്.
ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ വലിയ പണ്ഡിതനാ. ഞാൻ പറഞ്ഞു, ചേട്ടാ സാറേ, അങ്ങനെ ജനിച്ച് വന്നാൽ ഒരുത്തൻ ഈട്ടിയായിട്ട് ജനിച്ചെന്നിരിക്കട്ടെ, അവനെ വെട്ടിയെടുത്ത് കട്ടിലാക്കി പിന്നെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ സാറും ചിന്തിക്കാൻ തുടങ്ങി. ശരിയാ, ഈട്ടി വെട്ടി കൊണ്ടുവന്ന് ഈട്ടിക്കട്ടിലാക്കി, പിന്നെ വേറെ വല്ലതും ജനിക്കാൻ നോക്കുവോ? ഈട്ടി കട്ടിലായിട്ട് മാറി. അപ്പൊ പിന്നെ പുള്ളി ആ കാര്യം പറഞ്ഞില്ല. ഈട്ടിയായിട്ട് ജനിക്കുക, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നൊക്കെ പറയാനിടയായി. ഞാൻ പറഞ്ഞത് പല ജനന മരണങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനം നിർഗുണ ബ്രഹ്മത്തിൽ ചേരുമെന്നൊക്കെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശകലനം ചെയ്യുന്നില്ല. ഒരു കാര്യം വ്യക്തമാ, മനുഷ്യ ഒരു പുനരുത്ഥാനവും ഒരാത്മാവിന്റെ വീണ്ടെടുപ്പും നിന്റെ ആത്മ മനുഷ്യന്റെ നിത്യജീവനും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ വ്യക്തമായി പറയുക. ഇവിടം കൊണ്ട് ഒടുങ്ങുന്നവനല്ല നീ, ഓർത്തോണം. അതിന് വ്യക്തമായ തെളിവ് തന്നത് കർത്താവായ യേശു ക്രിസ്തുവാ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? സർവ്വലോകത്തെക്കാളും വിലയുള്ളതാ നിന്റെ ആത്മാവ്. അതുകൊണ്ടല്ലേ ഈ എഫി പേജിലൂടെ വിളിച്ചു പറയുന്ന ദൈവവചനം. ആരെങ്കിലും ഒരാളെങ്കിലും കേട്ട് നിന്റെ ആത്മാവിന്റെ വില മനസ്സിലാക്കിയാൽ നിന്റെ ജീവിതം ധന്യമാകും. കേവലം 60 വർഷം ഇവിടെ ജീവിച്ച് തിന്ന കുടിച്ച് ഭാര്യയും മക്കളും ഒക്കെ സന്തോഷം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിത്യജീവനെ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പരാജയമാണ്, വലിയ പരാജയമാണ്. അതുകൊണ്ടാണ് ആത്മാവിന്റെ വില കർത്താവ് പറഞ്ഞത്. സർവ്വലോകത്തെയും ഒരു ത്രാസിന്റെ തട്ടിലും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മറുതട്ടിലും തൂക്കിയാൽ ആത്മാവിന്റെ വിലയാണ് വലിയത്. ആ വിലയുള്ള ആത്മാവിന്റെ ഉടമയാ നിങ്ങൾ. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഒത്തിരി പേര് കേട്ടില്ലെങ്കിലും ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ ഞങ്ങളുടെ ജീവിതം ധന്യമാണ്. നിന്റെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് നീ കരുതണം. അതേ പറ്റൂ, കരുതിയേ പറ്റൂ. കർത്താവ് അതിന് പല സംഭവങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ തോട്ടമെല്ലാം വിളഞ്ഞു, അവന്റെ സ്തോത്രം നിലമെല്ലാം നന്നായി വിളഞ്ഞു, ഒത്തിരി വിളവ് കിട്ടി, എല്ലാം കൂടെ ശേഖരിച്ചു വെച്ചു നല്ല നിലയിൽ. അവനെന്ത് സന്തോഷാന്നറിയാവോ? കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് കിട്ടിയതെല്ലാം കൂട്ടിവെച്ച് കളപ്പുര മുഴുവൻ നിറച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന മുതലാളി. അർദ്ധരാത്രിയായപ്പോ ഒരു സ്വരം, ഇന്ന് നീ മരിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? മരിച്ചാൽ ഉണ്ടാക്കി വെച്ചു, ബാങ്ക് ബാലൻസും നേടിയതും നിലവും പുരയുടെ ഒക്കെ ഉണ്ട്, ശരിയാ. പക്ഷെ മരണം നിന്നെ കടന്നു പിടിക്കും. നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടേക്ക് ചെല്ലും? നിന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി നീ കരുതിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിന്നെ പോലെ പോഷൻ ആരുമില്ലെന്ന് കർത്താവ് അതിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഈ ലോകപ്രകാരം സമ്പന്നനാകുന്നതിനേക്കാൾ ദൈവവിഷയമായി സമ്പന്നനായി തീരുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ ശരീരം മണ്ണിൽ നിന്നെടുത്തതാ, ഇത് മണ്ണിലേക്ക് ചേരും. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്ന്. ആമേൻ. ഒരു കാര്യം പറയാം, മണ്ണിന്റെ അംശമായി ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ആത്മാവിന് ഒരു നിത്യതയുണ്ട്. പക്ഷെ ആത്മാവിന് ഇന്ന് സംഭവിച്ചിരിക്കുന്ന അവിനാശം എന്താണെന്നറിയാമോ? തകർച്ച എന്താണെന്നറിയാമോ? പാപം ആത്മാവിനെ മരവിപ്പിച്ച് ജീവൻ നഷ്ടപ്പെടുത്തി ദൈവികമായ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് അകറ്റി. അതാ പാപമാണ് ആത്മാവിന്റെ മൃതാവസ്ഥയ്ക്ക് കാരണം. ജീവനോടെ നടക്കുന്നവനും ആത്മാവിൽ മരിച്ചവനായിട്ടാണ് നടക്കുന്നത്. പുസ്തകത്തിലെ വാക്യങ്ങളൊന്നും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ജീവനുണ്ട് എങ്കിലും ചത്തവനാന്നാ പറഞ്ഞത്. അതിന്റെ കാരണം ആത്മാവിൽ മൃതാവസ്ഥ, പാപം കയറി മനുഷ്യനെ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകറ്റി. മദ്യപാനം, തകർച്ച, അതിന്റെ വിവിധ വശങ്ങൾ, മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചു കൂട്ടുന്ന ദോഷവശങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് അനുദിനം അകറ്റി അവന്റെ നിത്യത ബോധം നഷ്ടപ്പെടുത്തി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവന്റെ മനസാക്ഷി പോലും മരവിച്ച് പാപത്തിനടിമയായി മാനവജാതി ഇന്ന് മാറിക്കൊണ്ടിരിക്കുക.
ഇതിന്റെ നടുവിൽ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് കരുതി ഉന്നതമായ വിടുതൽ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം നമ്മുടെ അകത്തലങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവികമായ ഒരു വിടുതലിനെ കുറിച്ച് ഞങ്ങൾ ശക്തമായ നിലയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിത്യതയിലേക്ക് അവൻ പാപത്തെ മാറ്റി പാപപരിഹാരം നൽകി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ വന്ന ഒരേ ഒരാൾ യേശുക്രിസ്തുവാണ്. എങ്ങനെ? പാപമില്ലാത്ത പരിശുദ്ധനായവൻ പാപികൾക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അവൻ തന്നെ കാൽവറിയിൽ മരിച്ചു. അവൻ തന്നെ യാഗമായി തീർന്നു. പാപത്തിന് പരിഹാരം വരുത്തി വിശ്വസിക്കുന്ന പാപിക്ക് വിടുതൽ നൽകി. ഈ 7-ാം അധ്യായത്തിൽ ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ 8-ാം അധ്യായം 1-ാം വാക്യം, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലൂടെ പാപപരിഹാരം നൽകി കൊടുത്തുകൊണ്ട് മരണത്തിന്റെ ശാപത്തിന്റെയും അതിൻ്റെതായിരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ ക്രൂശിൽ വഹിച്ചുകൊണ്ട് ജയോത്സവം കൊണ്ടാടി ഉന്നതമായ വിടുതൽ നൽകിത്തരും. അവൻ ജീവന്റെ മാർഗമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് പറയുവാൻ കഴിയും, എന്റെ നിത്യത എന്റെ കർത്താവിനോട് ഒരുമിച്ചായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യ, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്കൊരു നിത്യതയുണ്ട്. നിങ്ങളുടെ ആത്മാവിനൊരു നിത്യതയുണ്ട്. സ്തോത്രം. നിങ്ങൾ പാപം ചെയ്ത് കൂട്ടി ദോഷത്തിന് അടിമയാണെങ്കിൽ നിങ്ങളുടെ നിത്യത എവിടെയാണെന്നറിയാമോ? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നരകത്തിലേക്കായിരിക്കും. ദൈവം മനുഷ്യന് വേണ്ടിയല്ല നരകം സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ നരകത്തിന്റെ വിറകുള്ളിയായി മാറിക്കൊണ്ടിരിക്കുക. നീ നരകത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാശത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ക്രൂശിനെ ഉയർത്തിവെച്ചിരിക്കുന്നത്. ഇന്നും ക്രൂശിക്കപ്പെട്ട കർത്താവ് സ്നേഹത്തോടെ ഇരുകരങ്ങളും നീട്ടി മാടി വിളിക്കുന്നുണ്ട്, മകനെ, നീ പോകുന്ന വഴി തെറ്റാ കേട്ടോ. നീ ആ വഴിച്ചാലൂടെ പോകരുത്. അത് ചെന്ന് വീഴുന്നത് നരകമാണ്, നാശമാണ് എന്ന് പറയുമ്പോഴും തട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന സഹോദര, നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ പോകുന്ന വഴി ദോഷമാണ്. നീ ചെയ്തു കൂട്ടുന്നത് പാപമാണ്. നിന്നെ ചടിപ്പിക്കുന്നത് പാപത്തിന്റെ ശക്തിയാണ്. ആ ദോഷവശങ്ങളിൽ നിന്ന് നിനക്ക് മടങ്ങി വരാൻ ഇന്ന് രാത്രി, ഇന്ന് സന്ധ്യാവേളയിൽ അവസരമുണ്ട് കേട്ടോ. ഈ വർഷം തീരുവാൻ ഇനി അധിക ദിവസങ്ങൾ നമ്മുടെ മുൻപിലില്ല. എത്രയോ വട്ടം പരിശുദ്ധാത്മാവ് നിന്നെ മാടി വിളിച്ചു. അനവധി നിലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് സംസാരിച്ചു. പക്ഷേ ഇന്നും ദൈവശബ്ദത്തെ മാറ്റിക്കളഞ്ഞ് ജീവിതത്തിൽ തന്റേതായ സ്വാർത്ഥമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുന്നവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കും. നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ഒന്നെങ്കിൽ നരകത്തിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ. ഇത് രണ്ടും ഉണ്ടോ മാസ്റ്ററെ? ഉണ്ടെന്നേ, തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആധുനിക ശാസ്ത്രം തെളിയിക്കുക. മരിച്ചുപോയവരോട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറച്ച് ശാസ്ത്രം ഇറങ്ങിയിട്ടുണ്ട്. പോട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് ചില യൂണിവേഴ്സിറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. മരണാനന്തരം മനുഷ്യനൊരു ജീവിതമുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ആധുനിക ശാസ്ത്രം അതിന് തെളിവായി പലതും കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യൻ മരിച്ച് അവസാനിക്കുന്നില്ലെന്നുള്ളതിന്റെ തെളിവുകൾ. മോറിസ് റാവ്ലിങ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ മനുഷ്യ ശരീരത്തെ കീറിമുറിച്ചതിന്റെ അപഗ്രഥനം നടത്തി അതിന്റെ പഠനങ്ങൾ മെഡിക്കൽ പരമായി നടത്തുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു മോറിസ് റാവ്ലിങ്സ്. അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ബിയോണ്ട് ദ ഡോർ ഓഫ് ഡെത്ത്, മരണത്തിന് വാതിലിനപ്പുറം. ആ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായ ഒരു ബുക്കാണത്. അതിനകത്ത് അദ്ദേഹം മരണത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനെ ശുശ്രൂഷിച്ച് അവന്റെ ജീവനിലേക്ക് മടക്കി വരുത്തിയപ്പോൾ, പെട്ടെന്ന് അവൻ മടങ്ങി വന്നപ്പോൾ ചിലര് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഞാൻ എങ്ങനെയാണ് എന്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നത്? ഞാൻ പോയ സ്ഥലം എത്ര മനോഹരമായിരുന്നു. മനോഹരമായൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. വേറെ ചിലരെ അദ്ദേഹം മടക്കി വരുത്തിയപ്പോൾ അവര് പറഞ്ഞു, ഡോക്ടറെ, എന്നെ മരിക്കാൻ അനുവദിക്കരുത്, ഞാൻ പോയ സ്ഥലം ഭയാനകമാണ്. അദ്ദേഹം തന്നെ ഡയറി എടുത്ത് എഴുതി വെച്ചു. അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല, പാസ്റ്ററുമല്ല, ഒരു വലിയ ഭിഷഗൗരനാണ്.
അദ്ദേഹം എഴുതി, മരണാനന്തരം ഒന്നെങ്കിൽ ഭീകരമായ സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ഥലത്തേക്ക് പോകും. അദ്ദേഹം ഇന്ന് വിശ്വാസിയാണ്. ദൈവവചനം പഠിച്ചു, മനസ്സിലാക്കി, സത്യം ഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ശാസ്ത്രം പുരോഗമിച്ചാലും, മതം പുരോഗമിച്ചാലും, മനുഷ്യൻ പുരോഗമിച്ചാലും, വചനത്തിന്റെ നിത്യസത്യങ്ങൾ, ഒരു നിത്യതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ, നിന്റെ ജീവിതം ദൈവത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ നീ പാപത്തിലൂടെ ജീവിച്ച് ഭയാനകമായ നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് യേശുവിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുക. അതിനുവേണ്ടിയാ FB പേജിലൂടെ ദൈവത്തിന്റെ വചനം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞങ്ങളുടെ വിശ്വാസികളോടൊക്കെ ഞങ്ങൾ സ്ഥിരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാ. അങ്ങനെയുള്ള ദൂതുകളും സന്ദേശങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തട്ടിക്കളയാതെ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുന്ന വചനമാണ്. ഭയാനകമായ അരിഷ്ട മനുഷ്യൻ എന്നുള്ള നിലയിൽ വേദനിക്കുന്ന ഒരുവൻ വിളിച്ചു പറഞ്ഞു, എന്നെ ആര് വിടുവിക്കും? ഉത്തരം, യേശുക്രിസ്തു. പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പാപപരിഹാരം നൽകി നിത്യജീവനെ നൽകിക്കൊടുത്ത് മാനവജാതിയെ വീണ്ടെടുക്കാൻ ചരിത്രത്തിൽ ഇറങ്ങി വന്ന ചരിത്രപുരുഷനായ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എത്രയും വേഗം മടങ്ങി വരും. ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മകനായി തീരുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ദൈവം സാവകാശം തന്നിട്ടുണ്ട്. നാളെ ഉണ്ടോയെന്നറിയത്തില്ല, ഇന്നലെ കിട്ടത്തില്ല. ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. അടുത്ത നിമിഷം ഞാൻ സ്വീകരിക്കാമെന്ന് പറയരുത്, അടുത്ത മണിക്കൂർ കഴിയട്ടെ എന്ന് പറയരുത്. ജീവൻ എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ല. ജീവന്റെ വില മനസ്സിലാക്കി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. യഥാർത്ഥമായ നിത്യതയെക്കുറിച്ച്, ജീവനെക്കുറിച്ച് ഉത്ബോധമുള്ളവരായി FB പേജിലൂടെ ഞങ്ങളെ കേൾക്കുന്നവരും കാണുന്നവരുമെല്ലാം നിത്യതയെക്കുറിച്ച് തിരിച്ചറിയുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ ആശീർവദിക്കണമേ. ശുശ്രൂഷകളെ അനുഗ്രഹിച്ചല്ലോ. തിരുമേനിയുടെ കൃപ ധാരാളം തുറന്നും പകരണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.